Next question. Analyze the continuous beam shown in figure by using moment distribution method and draw the bending moment diagram. നമ്മൾ മുന്നേ ചെയ്ത പ്രോബ്ലം 2 സ്പാൻ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. എ ബി സി എന്ന് പറഞ്ഞിട്ട് 2 സ്പാൻ, എ ബി ആൻഡ് ബി സി 2 സ്പാൻ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ എ എന്ന് പറയുന്ന എൻഡും സി എന്ന് പറയുന്ന എൻഡും ഫിക്സ്ഡ് ആണ്. ഇവിടെ നമുക്ക് 3 സ്പാൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ 3 സ്പാൻ ഉണ്ട്. അതിൽ എ എന്ന് പറയുന്ന, അതായത് ഏറ്റവും എൻഡിൽ വരുന്ന, ഓക്കെ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഏറ്റവും എൻഡിൽ വരുന്ന സപ്പോർട്ട് ഫിക്സ്ഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ സിമിലർ കേസ് തന്നെയാണ് മുന്നേ ചെയ്തതുമായിട്ട്. എന്നാൽ ഇതിൽ 3 സ്പാൻ ഉണ്ട്, മുന്നത്തേതിൽ 2 സ്പാനേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം എ ബി, ബി സി ആൻഡ് സി ഡി ആർ ദ സ്പാൻസ്. ഓക്കെ, എ ബി, ബി സി ആൻഡ് സി ഡി 3 സ്പാനുകൾ. എ ബി എന്ന് പറയുന്ന സ്പാനിന്റെ ലെങ്ത്, ഓക്കെ, ഈസ് 6 മീറ്റർ, ബി സി 3 മീറ്റർ ആൻഡ് സി ഡി 8 മീറ്റർ. അതേപോലെ മൊമെന്റ് ഓഫ് ഇനേഷ്യയും ഡിഫറെന്റ് ആണ്. എ ബി പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ 1.5i ആൻഡ് ബി സി പോർഷനിൽ അത് i ആൻഡ് സി ഡി പോർഷനിൽ 2i. ഓക്കെ, എ ബി പോർഷനിൽ എക്സെൻട്രിക് ആയിട്ട്, ഓക്കെ, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4 മീറ്റർ മാറിയിട്ട് 60 കിലോമീറ്റർ ആക്ട് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ് സൈഡിൽ നിന്ന് അത് 2 മീറ്റർ ആണ്. ഓക്കെ, ആ ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ എക്സെൻട്രിക് ലോഡിംഗ് ആണ്, സിമെട്രിക് അല്ല. ബി സി പോർഷനിൽ യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫുൾ സ്പാനിൽ 20 കിലോന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്ന യു ഡി എൽ ആക്ട് ചെയ്യുന്നു. ഓക്കെ, സി ഡി പോർഷനിൽ സിമെട്രിക് ആയിട്ട്, ദാറ്റ് മീൻസ് ദിസ് പോയിന്റ് ലോഡ് ഈസ് ആക്ടിങ് എക്സാക്ട്ലി അറ്റ് ദ സെന്റർ ഓഫ് പോർഷൻ സി ഡി. ഓക്കെ, അപ്പം ഡിയിൽ നിന്നും അതുപോലെ തന്നെ സിയിൽ നിന്നും 4 മീറ്റർ മാറിയിട്ടാണ് ഈ 30 കിലോന്യൂട്ടന്റെ ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ 3 സ്പാനുകൾ. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇത് അനലൈസ് ചെയ്ത്, അതായത് മൊമെന്റ്സ് കണ്ടുപിടിച്ച് സ്പാനിലുള്ള മൊമെന്റ്സും എടുത്ത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ചോദിച്ചിട്ടില്ല. അപ്പം നിങ്ങളോട് ക്വസ്റ്റ്യനിൽ എക്സാമിന് ചോദിച്ചാൽ മാത്രം, ഓക്കെ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം ചോദിച്ചാൽ മാത്രം വരച്ചാൽ മതി. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നിർബന്ധമായിട്ടും വരയ്ക്കണം. ഓക്കെ, അനലൈസ് ദ കണ്ടിന്യൂസ് ബീം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, അതായത് ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നിർബന്ധമായിട്ട് വരയ്ക്കണം. എന്നാൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എടുത്തു പറഞ്ഞാൽ മാത്രം വരച്ചാൽ മതി. നമ്മൾ മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കൂടെ നമ്മൾ വരയ്ക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതെങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതിന്റെ സ്റ്റെപ്സ് എല്ലാം നമുക്കറിയാം. നമ്മളൊരു പ്രോബ്ലം ചെയ്തതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, സൊല്യൂഷൻ സ്റ്റെപ്പ് നമ്പർ 1. ഓക്കെ, ഇതിൽ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ മൊമെന്റിന്റെ റിയാക്ഷൻസ് ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൊമെന്റിന്റെ റിയാക്ഷൻസ് ആണ്. ഇപ്പൊ എ ബി സ്പാനില് എക്സെൻട്രിക് ലോഡാണ്, ബി സി പോർഷനിൽ യു ഡി എൽ ആണ്. ഓക്കെ, എ ബിയിലെ എക്സെൻട്രിക് പോയിന്റ് ലോഡ്, ബി സിയിലെ യു ഡി എൽ ആൻഡ് സി ഡിയിലെ സിമെട്രിക് പോയിന്റ് ലോഡ്. ഓക്കെ, അപ്പൊ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമുക്കറിയാം. ഇക്വേഷൻസിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഇൻ ദ സ്പാൻ എ ബി. ഓക്കെ, അപ്പൊ ആദ്യം എം എഫ് എ ബി. ഓക്കെ, എം എഫ് എ ബി, എ ബി സ്പാനിൽ എ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എക്സെൻട്രിക് ആയതുകൊണ്ട് തന്നെ ഇക്വേഷൻ വരുന്നത് ഡബ്ല്യു എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഡബ്ല്യു എ ബി ബൈ എൽ സ്ക്വയർ ആണ് ഇക്വേഷൻ. എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയർ മൈനസ് ഡബ്ല്യു എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ഇതിൽ എ എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്, ബി എന്ന് പറയുന്നത് ബാക്കിയുള്ള 2 മീറ്റർ ആണ്. ഓക്കെ, ടോട്ടൽ 6 ആണല്ലോ, ബാക്കിയുള്ള 2 മീറ്റർ ആണ് ബി. എ എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ മൈനസ് ലെഫ്റ്റ് സൈഡിൽ മൈനസ് ആണ് വരിക, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ ലോഡ് കാരണമുള്ള മൊമെന്റ്, ഓക്കെ, താഴോട്ടേക്ക് ലോഡ് ആക്ട് ചെയ്യുന്ന കേസ് ആണെങ്കിൽ ലോഡ് കാരണമുള്ള മൊമെന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ലെഫ്റ്റ് ഹാൻഡിലേക്ക് പോവുക. അപ്പം സപ്പോർട്ട് അതിന് എന്താ ചെയ്യുന്നത്, റെസിസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വരുന്നത്. അപ്പൊ ഡബ്ല്യു എന്ന് പറയുന്ന ഇവിടെയുള്ള ലോഡ് 60, A4 ആൻഡ് B2. ഓക്കെ, അപ്പം മൈനസ് 60 × 4 × 2 സ്ക്വയർ ഡിവൈഡ് ബൈ എൽ സ്ക്വയർ. എൽ എന്ന് പറയുന്ന സ്പാൻ ആണ്, അത് 6 മീറ്റർ ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എം എഫ് എ ബി നമുക്ക് കിട്ടും. എം എഫ് എ ബി ഈസ് 26.67 കിലോന്യൂട്ടൺ മീറ്റർ. ഇനി അടുത്ത എം എഫ് ബി എ. ഓക്കെ, എം എഫ് ബി എ റൈറ്റ് സൈഡിലുള്ള സപ്പോർട്ടിലാണ്, അതായത് ബി എന്ന് പറയുന്ന സപ്പോർട്ടിൽ വരുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ആണ് ഇൻ ദ സ്പാൻ എ ബി. ഓക്കെ, അപ്പൊ എം എഫ് ബി എ ദാറ്റ് ഈസ് ഇക്വേഷൻ റൈറ്റ് സൈഡിൽ വരുമ്പോൾ ക്ലോക്ക് വൈസ് ആണ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് വരിക. ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഡബ്ല്യു ബി എ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ സ്ക്വയർ എന്നുള്ളതാണ്. അപ്പം ബി എന്ന് പറയുന്ന 2 ആണ്, എ എന്ന് പറയുന്ന 4 ആണ്. ഓക്കെ, അപ്പൊ 60 × 2 × 4 സ്ക്വയർ ഡിവൈഡ് ബൈ
എൽ സ്ക്വയർ, എൽ 6 ആണല്ലോ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 53.33 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്പാനിലുള്ള ഫിക്സഡ് മൊമെന്റ് നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സ്പാൻ ബി സി ആണ്. അപ്പോൾ ബി സി സ്പാനിൽ യു ഡി എൽ ആയതുകൊണ്ട് തന്നെ ഫിക്സഡ് മൊമെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ -WL²/12 റൈറ്റ് സൈഡിൽ അത് +WL²/12 ആണ്. ഓക്കെ, എം എഫ് ബി സി അവിടുത്തെ ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് 20. ഓക്കെ, അപ്പോൾ -WL²/12 MFBC and MFCB is +WL²/12. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, രണ്ടും പ്ലസ് മൈനസ് ആയതുകൊണ്ട് സെയിം വാല്യൂ തന്നെയാണ്. അപ്പോൾ -20 × 3²/12 ദാറ്റ് ഈസ് -15 കിലോ ന്യൂട്ടൺ മീറ്റർ ആൻഡ് MFCB 15 കിലോ ന്യൂട്ടൺ മീറ്റർ പ്ലസ്സിൽ. ഓക്കെ, MFBC മൈനസിലും MFCB പ്ലസ്സിലുമാണ് 15 കിലോ ന്യൂട്ടൺ മീറ്റർ വരുന്നത്. ഇനി MFCD ആൻഡ് MFDC ലാസ്റ്റ് സ്പാൻ. ഓക്കെ, ഇവിടെ സിമെട്രിക് ആയിട്ടുള്ള ലോഡാണ്, അതുകൊണ്ട് തന്നെ പോയിന്റ് ലോഡാണ്. അപ്പോൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഫിക്സഡ് മൊമെന്റ് ലെഫ്റ്റ് സൈഡിൽ WL/8 മൈനസ് ആന്റി ക്ലോക്ക് വൈസ് ആണ്, റൈറ്റ് സൈഡിൽ WL/8. ഓക്കെ, ക്ലോക്ക് വൈസിലായതുകൊണ്ട് പ്ലസ് കൊടുക്കുന്നു. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -WL/8 MFCD -30 ലോഡ് 30 ആണല്ലോ, അവിടെ ആക്ട് ചെയ്യുന്ന പോയിന്റ് ലോഡ് 30 ആണ്. അപ്പോൾ -30 × സ്പാൻ ഈസ് 8 മീറ്റർ ആൻഡ് /8. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -30 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. MFDC നമുക്ക് +30 കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കംപ്ലീറ്റ് ആയി. ഫിക്സ്ഡ് മൊമെന്റിന്റെ റിയാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ഓർത്തിരുന്നാൽ മതി, അത് കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്റ്റിഫ്നെസിന്റെ ബേസിസിലാണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ജോയിന്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ കോമൺ ജോയിന്റ് ഒന്നിലധികം മെമ്പേഴ്സ് ഒന്ന് മീറ്റ് ചെയ്യുന്നത് ബിയും സിയും ആണ്. ഓക്കെ, അപ്പോൾ ബി സി എടുക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കറസ്പോണ്ടിങ് ടു ജോയിന്റ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരൊറ്റ മെമ്പറേ ഉള്ളൂ എ ബി, ആൻഡ് ഡി എന്ന് പറയുന്ന ജോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി സി. ഓക്കെ, ഒറ്റ മെമ്പറേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ബി സി എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള ജോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ബി നോക്കിക്കേ, ബി എന്ന് പറയുന്ന ജോയിന്റ് എടുക്കുമ്പോൾ അവിടെ ബി എ എന്ന് പറയുന്ന മെമ്പർ, ഓക്കെ, ആൻഡ് ബി സി എന്ന് പറഞ്ഞ മെമ്പർ ഉണ്ട്. ഓക്കെ, അത് 2 മെമ്പേഴ്സ് ആണ് ബിയിൽ വന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇവിടെ വരുന്ന മൊമെന്റ് ഈ 2 പോർഷനിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ബി എന്ന് പറയുന്ന സപ്പോർട്ടിന്റെ ഫാർ എൻഡ്, ഓക്കെ, ഈ എ ബി പോർഷനിൽ നോക്കുമ്പോൾ അത് എ ആണ്, അത് ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ ബി എ പോർഷന്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്ന 4EI/L ആണ്. അതേപോലെ തന്നെ ബി സി പോർഷനിൽ ഇത് റോളർ സപ്പോർട്ട് ആണ്, എന്നാൽ ഇതിന്റെ അപ്പുറത്തേക്ക് വേറൊരു സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് ബി സി പോർഷനിൽ വരുന്ന സ്റ്റിഫ്നെസ്സും 4EI/L ആയിരിക്കും. അപ്പോൾ നോക്കേണ്ടത് ഐ വാല്യൂ എ ബി പോർഷനിൽ 1.5 ഐയും ബി സി പോർഷനിൽ അത് ഐയും ആണ്. ഓക്കെ, ഇനി അടുത്ത ജോയിന്റ് സി എടുക്കുമ്പോൾ ഇവിടെ സി ബി ആൻഡ് സി ഡി ആണ് 2 മെമ്പേഴ്സ്. അപ്പോൾ ഇവിടെ സിയുടെ ഫാർ എൻഡ് സി ബി പോർഷൻ എടുക്കുമ്പോൾ അത് ബി ആണ്, അത് റോളർ ആണ്, എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് സ്റ്റിഫ്നെസ് ഓഫ് സി ബി എന്ന് പറയുന്നത് 4EI/L തന്നെയാണ്. അതേപോലെ തന്നെ സി ഡി പോർഷൻ എടുക്കുമ്പോൾ അതിന്റെ ഫാർ എൻഡ് ഫിക്സ്ഡ് എൻഡ് ആണ്. ഫിക്സ്ഡ് എൻഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റിഫ്നെസ് വാല്യൂ ഇസ് 4EI/L. ഓക്കെ, അപ്പം എല്ലാത്തിന്റെയും സ്റ്റിഫ്നെസ് 4EI/L തന്നെയാണ്, എന്നാൽ ഇവിടെ ഐ വാല്യൂ വ്യത്യാസമുണ്ട്. ഓക്കെ, ബി എ പോർഷനിൽ 1.5 ആണ്, ബി സി പോർഷനിൽ ഐ ആണ്, ആൻഡ് സി ഡി പോർഷനിൽ അത് 2I ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാം. ഓരോ മെമ്പറിന്റെ സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ ആ കറസ്പോണ്ടിങ് ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ടോട്ടൽ സ്റ്റിഫ്നെസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ടേബിൾ ഫോം ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത് ജോയിന്റ്സ്. ഓക്കെ, ആദ്യം നമുക്ക് ജോയിന്റ് ബി എടുക്കാം. അതിൽ വരുന്ന ജോയിന്റ് ബിയിൽ വരുന്ന മെമ്പേഴ്സ് ബി എ ആൻഡ് ബി സി ആണ്. ഓക്കെ, നമ്മൾ കണ്ടല്ലോ ബി എ ആൻഡ് ബി സി. ഓക്കെ, സ്റ്റിഫ്നെസിന്റെ എക്സ്പ്രഷൻ 4EI/L ആണ് രണ്ടിനും. ഇതിൽ ആദ്യത്തെ ബി എ പോർഷനിൽ ഐന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5 ഐ ആണ്. ഐന്റെ സ്ഥാനത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 × 1.5 EI/6. അപ്പോൾ 4 × 1.5 എന്ന് പറയുന്നത് 6 തന്നെയാണ്. അപ്പോൾ 6/6 എന്ന് പറയുന്നത് EI തന്നെയാണ് കിട്ടുന്നത്. ബി സി പോർഷനിലും സെയിം എക്സ്പ്രഷൻ 4EI/L ആണ് സ്റ്റിഫ്നെസ്. അപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 4EI/L, L 3 ആണ് സ്പാൻ. ഓക്കെ, മുന്നത്തെ ബി എ പോർഷനിൽ സ്പാൻ 6 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4/3 EI എന്ന് വരും, ദാറ്റ് ഈസ് 1.33 EI. അപ്പോൾ അടുത്ത കോളം
ടോട്ടൽ സ്റ്റിഫ്നെസ് ആണ് ബി ജോയിന്റിൽ വരുന്ന മെമ്പേഴ്സിന്റെ. അപ്പൊ ഇ ഐ പ്ലസ് 1.33 ഇ ഐ എന്ന് പറയുന്ന 2.33 ഇ ഐ ആണ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ബി എ എന്ന് പറയുന്നത് ബി എന്റെ സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്ന ജോയിന്റിൽ വരുന്ന മെമ്പേഴ്സിന്റെ ടോട്ടൽ സ്റ്റിഫ്നെസ്. ദാറ്റ് മീൻസ് ഇ ഐ ഡിവൈഡ് ബൈ 2.33 ബൈ ഇ ഐ ഡിവൈഡഡ് ബൈ 2.33 ഇ ഐ എന്നുള്ളതാണ്. അപ്പം ഇ ഐ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇ ഐ ഡിവൈഡഡ് ബൈ 2.33 ഇ ഐ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. 1/2.33 ആണ് ബി എ പോർഷന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഓക്കെ, ദാറ്റ് ഈസ് 0.429 കിട്ടും. രണ്ടാമത്തെ ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ഓഫ് ബി സി ഈസ് 1.33 divided by total summation of k, okay, of joint B, that is 2.33 EI. അപ്പോൾ 1.33 by 2.33, okay, ഇവിടെ EI നമുക്ക് ക്യാൻസൽ ചെയ്യാം. 0.571 കിട്ടും. ഓക്കെ, അടുത്ത ജോയിന്റ് സി എടുക്കുക. സിയിൽ രണ്ട് മെമ്പേഴ്സ് ആണ് സി ബി ആൻഡ് സി ഡി. സി ബിയിലെ സ്റ്റിഫ്നെസ് സി ബിയിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അത് ഐ ആണ്, ആൻഡ് സി ഡിയിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ 2EI ആണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ 4EI/L തന്നെയാണ് രണ്ട് പോർഷനിലും. ഐന്റെ വാല്യൂ കൃത്യമായിട്ട് കൊടുക്കുക. സി ബി പോർഷനിൽ ദാറ്റ് ഈസ് ഐ വാല്യൂ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ തന്നെ ആയതുകൊണ്ട് 4EI/3 തന്നെയാണ് വരിക. ദാറ്റ് ഈസ് 1.33 EI എന്ന് വരും സ്റ്റിഫ്നെസ് ഓഫ് പോർഷൻ സി ബി. ഇനി സ്റ്റിഫ്നെസ് ഓഫ് പോർഷൻ സി ഡി എന്ന് പറയുന്നത് ഇവിടെ ഇ ഐന്റെ സ്ഥാനത്ത്, അതായത് ഐന്റെ സ്ഥാനത്ത് 2i വരും. ദാറ്റ് മീൻസ് 4 into 2EI/8 വരും. അപ്പോൾ 4 into 2 എന്ന് പറയുന്നത് 8 തന്നെയാണ്. അപ്പോൾ 8/8 ഈസ് EI. ഓക്കെ, 1EI. ഓക്കെ, ദാറ്റ് ഈസ് EI. ഓക്കെ, അപ്പോൾ ടോട്ടൽ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ സമ്മേഷൻ ഓഫ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 1.33 EI പ്ലസ് EI, ദാറ്റ് ഈസ് 2.33 EI തന്നെയാണ്. സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് സി ബി എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ഓഫ് സി ബി ബൈ summation of stiffness, that is 1.33 by 2.33, 0.571 കിട്ടും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് സി ബി. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് സി ഡി എന്ന് പറയുന്നത് സി ഡിയിലെ സ്റ്റിഫ്നെസ് ഇ ഐ ഡിവൈഡ് ബൈ 2.33 EI, ദാറ്റ് ഈസ് 0.429 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റെപ്പ് 2 ഇവിടെ കംപ്ലീറ്റ് ആയി. ഓരോ മെമ്പേഴ്സിനും, അതായത് ഓരോ കോമൺ ജോയിന്റിലെ മെമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിച്ചു. ഓക്കെ, ഇതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 2 കംപ്ലീറ്റഡ്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റെപ്പിലേക്ക് പോവാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ മുന്നത്തെ ക്ലാസ്സിൽ 2 സ്പാനിലുള്ള പ്രോബ്ലം ചെയ്തത്, അതിലധികം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ റൗണ്ട് കഴിയുമ്പോഴത്തേനും അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് മൊമെന്റ് ഇല്ലാതെ വന്നു, അല്ലെ, ബാലൻസിങ് ചെയ്യാൻ അല്ലെങ്കിൽ ബാലൻസിങ് മൊമെന്റ് അവിടെ ഇല്ലാതെ വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അവിടെ പ്രോബ്ലം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിരുന്നു. എന്നാൽ ഇവിടെ 3 സ്പാൻ ഉണ്ട്. അപ്പൊ നമുക്ക് എത്രത്തോളം ഐട്രേഷൻ ചെയ്യേണ്ടി വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ഐട്രേറ്റീവ് മെത്തേഡാണ്. നമ്മൾ ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെയാ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ മുന്നത്തെ പ്രോബ്ലത്തിൽ കണ്ടതുപോലെ തന്നെയാണ്, എന്നാൽ ഇതിൽ കുറച്ചധികം തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. സിമിലർ സ്റ്റെപ്സ് തന്നെ. ഓക്കെ, അതായത് ഐട്രേഷൻ നമ്മൾ ഇതിൽ കൂടുതൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതിന്റെ ടേബിളിൽ ജോയിൻസ്, ഓക്കെ, ഏതൊക്കെ ജോയിൻസ് ഉള്ളത്? 4 ജോയിൻസ് ആണ്, എ, ബി, സി ആൻഡ് ഡി. ഓക്കെ, അപ്പൊ അത് എഴുതി. ജോയിന്റ് എ, ബി, സി ആൻഡ് ഡി. ഓക്കെ, ജോയിന്റ് എയിൽ ഉള്ള മെമ്പേഴ്സ് ആണ് അടുത്തത്. എയിൽ എ ബി എന്ന് പറഞ്ഞ മെമ്പർ മാത്രമേ ഉള്ളൂ. ബി എന്ന് പറയുന്ന ജോയിന്റിൽ 2 മെമ്പേഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് ബി എ ആൻഡ് ബി സി. ഓക്കെ, സി എന്ന് പറയുന്ന ജോയിന്റിൽ 2 മെമ്പേഴ്സ്, സി ബി ആൻഡ് സി ഡി. ഓക്കെ, ഡിയിൽ ഡി സി. ഓക്കെ, അപ്പോൾ ഇവിടെ എയിൽ ഒരു മെമ്പറേ ഉള്ളൂ, എ എന്ന് പറയുന്ന ജോയിന്റിൽ ഒരു മെമ്പറെ മീറ്റ് ചെയ്യുന്നുള്ളൂ. ബിയിൽ 2 മെമ്പേഴ്സ്, ബി എ ആൻഡ് ബി സി. സിയിൽ സി ബി ആൻഡ് സി ഡി ആൻഡ് ഡിയിൽ ഡി സി മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ രണ്ടാമത്തെ റോയിൽ നമ്മൾ എഴുതിയിരിക്കുന്ന മെമ്പേഴ്സ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഓക്കെ, അപ്പം ജോയിന്റ് എക്ക് കറസ്പോണ്ടിങ് ആയി ഡിക്ക് കറസ്പോണ്ടിങ് ആയി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 ആണ്. എന്നാൽ നമ്മൾ അത് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല, രണ്ടും ഫിക്സ്ഡ് ആയതുകൊണ്ട്. എന്നാൽ റോളറോ ഹിഞ്ചറോ വരുമ്പോൾ അത് നമ്മൾ എഴുതും. അത് ആ ടൈപ്പ് ചെയ്യുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമുക്ക് എഴുതണം എന്നില്ല. ഓക്കെ, ഇനി അടുത്ത ബി ജോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ബി ആൻഡ് ബി സി. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.429 ആൻഡ് 0.571 അത് കൃത്യമായിട്ട് എഴുതുക. ബി എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.429, ബി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0.571, സി ബിക്ക്
അത് 0.57 ആണ്. സി ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0.429 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് റോയിൽ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിരുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കൃത്യമായിട്ട് എഴുതുക. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് MFAB -26.67, MFBA +53.33, MFBC -15, MFCB +15, MFCD -30, MFDC +30. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് സൈന് ശ്രദ്ധിച്ച് എഴുതണം. ഇനി നമ്മളെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ബാലൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള ജോയിന്റ് ആയിട്ടുള്ള ബി എടുക്കുവാണ്. ഓക്കെ, ബി ജോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ബാലൻസ് ചെയ്യേണ്ട മൊമെന്റ് എന്ന് പറയുന്നത് 53.33 ഉണ്ട്, 15 ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും ഒന്നാക്കി കൊണ്ടുവരിക നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യും. ഓക്കെ, ഒരേ വാല്യൂ ആക്കി കൊണ്ടുവരണം. അപ്പോൾ ഇത് ആഡ് ചെയ്യും. അപ്പോൾ 53.33 പ്ലസ് -15. ഓക്കെ, ഇത് മൈനസ് ആയതുകൊണ്ട് നമുക്ക് ഇത് ഡയറക്റ്റ് മൈനസ് ചെയ്യാം. ഓക്കെ, രണ്ടും ഡിഫറെന്റ് സൈൻ ആയതുകൊണ്ട് മൈനസ് ചെയ്യാം. അതായത് ചെയ്യുന്നത് ഇത് രണ്ടും ആഡ് ചെയ്യാണ്. ദാറ്റ് മീൻസ് 53.33 പ്ലസ് -15. ഓക്കെ, അപ്പം 53.33 -15 എന്നുള്ളതാണ് 53.33 പ്ലസ് -15, ദാറ്റ് ഈസ് 53.33 -15 വരും. ഓക്കെ, ഇത് എത്രയാ വാല്യൂ എന്നുള്ളത് ചെക്ക് ചെയ്യുക. 53.33 -15. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 38.33 എന്നാണ് വരിക. ഓക്കെ, ഈ കിട്ടിയ വാല്യൂവിന്റെ മൈനസ് ഓഫ് എടുക്കണം. ഓക്കെ, അതായത് ബാലൻസ് ചെയ്യേണ്ട മൊമെന്റ് ഇതാണ് 53.33 -15 ആണ്. അതിന്റെ മൈനസ് ഓഫ് എടുക്കുക. ഓക്കെ, അപ്പോൾ മൈനസ് ഓഫ് എടുക്കുമ്പോൾ -38.33 ആവും. ഇൻറ്റു എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.429 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതാം. ഈ -38.33 0.57 മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ 38.33 ഇൻറ്റു 0.429 എന്ന് പറയുന്നത് ഈസ് -16.44. 2 പോയിന്റ് ആയിട്ട് റൗണ്ട് ചെയ്യുക കേട്ടോ. അതായത് ഇപ്പോൾ -16.443 എന്നാ വരിക. അപ്പോൾ ഇത് 5നേക്കാളും കുറവായതുകൊണ്ട് 16.44 നമുക്ക് നിർത്താം. ഓക്കെ, ഇനി -38.33 ഇൻറ്റു 0.571 ചെയ്യുക. അപ്പോൾ -21.89 നമുക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വെച്ചിട്ട് ആ മൊമെന്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ബാലൻസിങ് മൊമെന്റ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ നമ്മളിത് ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റിനെ ആഡ് ചെയ്തിട്ട് അതിന്റെ മൈനസ് ഓഫ് എടുത്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് കോളത്തിൽ എഴുതി. ഇനി ഈ മൊമെന്റ്, ഓക്കെ, സി എന്ന് പറയുന്ന ജോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ 15 പ്ലസ് -30. ഓക്കെ, അത് രണ്ടും ആ മൊമെന്റ്സ് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 -30 എന്ന് വരും. ദാറ്റ് ഈസ് -15 വരും. അപ്പം -15ന്റെ മൈനസ് എടുക്കണം. ഓക്കെ, അപ്പോൾ മൈനസ് ഓഫ് -15 എന്ന് പറയുമ്പോൾ +15 ആയി. അപ്പോൾ +15 ഇൻറ്റു 0.571. ഓക്കെ, 15 ഇൻറ്റു 0.571 ദാറ്റ് ഈസ് 8.565 എന്ന് വരും. ഓക്കെ, 8.565. അപ്പോൾ 5 ആയതുകൊണ്ട് നമുക്കിവിടെ 8.57 എന്ന് എഴുതാം. അപ്പോൾ 8.57 ഇവിടെ വരും. പ്ലസ് ആണ്, മൈനസ് ഓഫ് -15 ആണല്ലോ. അപ്പോൾ +15 ആണ്. അപ്പോൾ ഇനി അടുത്തത് +15 ഇൻറ്റു 0.429 ദാറ്റ് ഈസ് 6.44 നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ബാലൻസിങ് മൊമെന്റിൽ ചെയ്യുന്നത്. ഇനി അടുത്തത് ക്യാരി ഓവർ മൊമെന്റ്. ഈ ബാലൻസ് ചെയ്തിട്ടുള്ള മൊമെന്റിനെ ക്യാരി ഓവർ ചെയ്യുക, അതായത് ഫാർ എൻഡിലേക്ക് ക്യാരി ഓവർ ചെയ്യുക. ബി എന്റെ ഫാർ എൻഡ് എന്ന് പറയുന്നത് AB ആണ് അല്ലെ. അതായത് BA എന്ന് പറയുമ്പോൾ B എന്ന് പറയുന്ന സ്ഥലത്ത് AB സ്പാനിൽ B എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ് ആണ്. AB എന്ന് പറയുമ്പോൾ AB സ്പാനിൽ A എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം BA ഫാർ എൻഡ് എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, അപ്പം BA-യിലുള്ള അല്ലെങ്കിൽ BA മൊമെന്റ് AB-യിലേക്ക് ക്യാരി ഓവർ ചെയ്യുക. ക്യാരി ഓവർ ചെയ്യുന്നത് ഹാഫ് ആയിരിക്കും. ഓക്കെ, അതായത് -16.44ന്റെ ഹാഫ് AB-യിലേക്ക് ക്യാരി ഓവർ ചെയ്യും. BC-യിലുള്ളത് CB-യിലേക്കും CB-യിലുള്ളത് BC-യിലേക്കും. ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളിപ്പം MFAB എന്നൊക്കെ പറഞ്ഞിട്ട് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എഴുതുന്നത് MFAB എന്ന് പറഞ്ഞാൽ എയിലുള്ള മൊമെന്റ് ആണ് AB സ്പാനിൽ. MFBA എന്ന് പറഞ്ഞാൽ ബിയിലുള്ള സ്പാൻ ആണ് AB സ്പാനിൽ അല്ലെ. അപ്പോൾ ഇപ്പൊ AB എടുത്ത് ഇപ്പം MBA അല്ലെങ്കിൽ ഈ BA എന്ന് പറയുന്ന പോർഷനിലുള്ള മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫാർ എൻഡ് BA എന്ന് പറയുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഫാർ എൻഡ്. ബിയിലുള്ള മൊമെന്റ് ആണ് BA എന്ന് പറഞ്ഞാൽ അല്ലെ. MBA എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ MFBA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലുള്ള മൊമെന്റ് ആണ് AB സ്പാനിൽ. അപ്പൊ ഇതിന്റെ ഫാർ എൻഡ് എന്ന് പറയുന്നത് A ആയിരിക്കും.
MAB എന്ന് പറയുകയാണെങ്കിൽ AB സ്പാനിൽ എയിലുള്ള മൊമെന്റ് ആണ്, അതിന്റെ ഫാർ എൻഡ് എന്ന് പറയുന്നത് B ആയിരിക്കും. അടുത്ത MBC എന്ന് പറഞ്ഞാൽ BC സ്പാനിലുള്ള മൊമെന്റ് ആണ്, ബിയിലുള്ള, അതിന്റെ ഫാർ എൻഡ് എന്ന് പറയുന്നത് C ആയിരിക്കും. അതായത് രണ്ടാമത് എഴുതുന്ന അതിന്റെ ഫാർ എൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ MBA എന്ന് പറയുമ്പോൾ രണ്ടാമത് എഴുതിയിരിക്കുന്ന A ആണ്, അപ്പൊ അതിന്റെ ഫാർ എൻഡ് എന്ന് പറയുന്നത് AB ആയിരിക്കും. ഓക്കെ, അപ്പം AB-യിലേക്ക് എന്ത് ചെയ്യണം, ക്യാരി ഓവർ ചെയ്യണം. അതുപോലെ BC-യിലുള്ളത് CB-യിലേക്ക് ക്യാരി ഓവർ ചെയ്യണം. ഓക്കെ, അപ്പൊ CB എന്ന് പറയുന്നത് ഇതാണ് അല്ലെ, സിയിലുള്ള മൊമെന്റ് ആണ് CB. ഓക്കെ, സിയിലുള്ള മൊമെന്റ് ആണ്, അപ്പൊ അതിന്റെ ഫാർ എൻഡ് B ആണ്. ഓക്കെ, അപ്പം BC എന്ന് പറയുമ്പോൾ ബിയിലുള്ള മൊമെന്റ് ആണ്, അതിന്റെ ഫാർ എൻഡ് എന്ന് പറയുന്നത് C ആണ്. ഓക്കെ, അതായത് എവിടുത്തെ മൊമെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ഫാർ എൻഡിലേക്ക് ക്യാരി ഓവർ ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ BC പോർഷന്റെ ഫാർ എൻഡ് എന്ന് പറയുന്നത് CB ആണ്, അപ്പൊ അത് ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്തു CB പോർഷനിലേക്ക്. CB പോർഷനിൽ നിന്ന് അല്ലെങ്കിൽ CB-യിലുള്ള മൊമെന്റ് BC-യിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഓക്കെ, അതായത് B എന്ന് പറയുന്ന എൻഡിലേക്ക് ക്യാരി ഓവർ ചെയ്യും. സിയിലുള്ള മൊമെന്റ് ബിയിലേക്കും ബിയിലുള്ള മൊമെന്റ് സിയിലേക്കും ക്യാരി ഓവർ ചെയ്യാം. ഓക്കെ, BC പോർഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, അടുത്ത AB ആണെങ്കിൽ ബിയിലുള്ളത് BA-യിലേക്കും, അതായത് എയിലേക്കും, എയിലുള്ളത് ബിയിലേക്കും ക്യാരി ഓവർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അതാ ചെയ്തത്. MBA എന്ന് പറയുന്നത് -16.44 ആണ് ബാലൻസിങ് മൊമെന്റ് വന്നിരിക്കുന്നത്, അത് എയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഓക്കെ, ഇങ്ങനെ ആലോചിച്ചാൽ മതി, BA-യിലുള്ള മൊമെന്റ് AB-യിലേക്ക് ക്യാരി ഓവർ ചെയ്യുക, BC-യിലുള്ളത് CB-യിലേക്ക്, നേരെ തിരിച്ചിട്ട് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പം BC സ്പാനിലാണ്, അപ്പം CB എന്ന് പറഞ്ഞാലാണ് അത് അതിന്റെ അപ്പുറത്തെ സ്പാനിലുള്ള മൊമെന്റ് ആയി വരാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം ക്യാരി ഓവർ ചെയ്യാനായിട്ട്. പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം BA-യിലുള്ള മൊമെന്റ് AB-യിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഓക്കെ, BC-യിലുള്ള മൊമെന്റ് CB-യിലേക്ക് ക്യാരി ഓവർ ചെയ്തു, CB-യിലുള്ള മൊമെന്റ് BC-യിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഓക്കെ, അതിൽ BC എന്ന് പറഞ്ഞാൽ ബിയിലുള്ള മൊമെന്റ്, CB എന്ന് പറഞ്ഞാൽ സിയിലുള്ള മൊമെന്റ്. ഓക്കെ, സിയിലുള്ള മൊമെന്റിന് അതിന്റെ ഫാർ എൻഡ് ആയിട്ടുള്ള ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. അതേപോലെ ബിയിലുള്ള മൊമെന്റ് അതിന്റെ ഫാർ എൻഡ് ആയിട്ടുള്ള സിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഓക്കെ, അപ്പൊ BC-യിലുള്ളത് CB-യിലേക്കും CB-യിലുള്ളത് BC-യിലേക്കും CD-യിലുള്ളത് DC-യിലേക്കും ക്യാരി ഓവർ കൊടുത്തു. ഓക്കെ, ക്യാരി ഓവർ കൊടുക്കുന്ന ഹാഫ് ആയിരിക്കും. അപ്പൊ 16.44 മൈനസ് ആണ് അതിന്റെ ഹാഫ്, -8.22. അടുത്തത് -21.89 ഹാഫ്, -10.95. ഇവിടെ 8.57 ഹാഫ്, 4.29. അടുത്ത 6.44 ഹാഫ്, 3.22. ഓക്കെ, ഇനി വീണ്ടും ആ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്, ഐറ്ററേഷൻ. ഓക്കെ, ചെയ്യാണ്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇവിടെ ബാലൻസ് ചെയ്യാനുള്ള മൊമെന്റ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഇവിടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് വെച്ച് ചെയ്തു. അപ്പൊ ആ മൊമെന്റിനെ നമ്മളിപ്പോ ഒരു പ്രാവശ്യം ബാലൻസ് ചെയ്ത് ക്യാരി ഓവർ ചെയ്തപ്പോഴത്തേനും ഇനി ബാലൻസ് ചെയ്യേണ്ട മൊമെന്റ് ഇവിടെ 4.29, ഇവിടെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റിൽ എന്താണോ ചെയ്തത് അത് തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള മൊമെന്റ്, ഓക്കെ, ജോയിന്റ് ബി എടുത്തു കഴിഞ്ഞാൽ അവിടെ BA ആൻഡ് BC ആണുള്ളത്. അവിടെ വരുന്ന മൊമെന്റ്, BA പോർഷനിൽ മൊമെന്റ് ഒന്നുമില്ല, BC പോർഷനിൽ 4.29 ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്ത കാര്യം തന്നെ, BA-യിലുള്ള മൊമെന്റ് പ്ലസ് BC-യിലുള്ള മൊമെന്റ് ആഡ് ചെയ്യും. ഓക്കെ, ഇവിടെ അങ്ങനെയാണല്ലോ ചെയ്തത്, അതേ കാര്യം തന്നെ ഇവിടെ ചെയ്യും. അപ്പം BA-യിൽ മൊമെന്റ് ഇല്ല, BC-യിലുള്ള മൊമെന്റ് എന്ന് പറയുമ്പോൾ 4.29. ഓക്കെ, അതിന്റെ മൈനസ് ഓഫ്, ഓക്കെ, 4.29ന്റെ മൈനസ് 4.29 ഇൻറ്റു 0.429. ഓക്കെ, അപ്പൊ നമുക്ക് -1.84 എന്ന് കിട്ടും. ഓക്കെ, ചെയ്തത് ഇതാണ്. നമ്മളിവിടെ 53.33 പ്ലസ് -15 ചെയ്തിട്ട് അതിന്റെ മൈനസ് ഓഫ് ഇൻറ്റു 0.429 ചെയ്തിട്ട് അതിവിടെ BA-ന്റെ അടിയിൽ എഴുതി ബാലൻസിങ് മൊമെന്റിൽ. അതേ ടേമിന് 0.571 മൾട്ടിപ്ലൈ ചെയ്തിട്ട് BC-ന്റെ അണ്ടറിൽ ബാലൻസിങ് മൊമെന്റിൽ എഴുതി. അതേപോലെ ഇവിടെ ഇനി ബാലൻസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാരി ഓവർ മൊമെന്റിനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ സം ചെയ്ത് കഴിഞ്ഞാൽ 4.29 BC-യിലുണ്ട്, BA-യിലില്ല. അപ്പൊ അത് രണ്ടും ആഡ് ചെയ്യുക, ആഡ് ചെയ്ത 4.29 തന്നെയാണ്. അതിന്റെ മൈനസ് ഓഫ് എടുത്ത് 0.429 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ ബാലൻസിങ് മൊമെന്റിന്റെ BA-യിൽ എഴുതാം. BC-യിൽ -4.29 ഇൻറ്റു 0.571. ഇനി അടുത്ത ജോയിന്റ് C എടുത്താൽ അവിടെ CB CD ആണുള്ളത്. അപ്പൊ CB പോർഷനിൽ മൊമെന്റ് ഉണ്ട്, CD-യിൽ മൊമെന്റ് ഇല്ല. അപ്പം -10.95 പ്ലസ് ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് -10.95 തന്നെ വരും. അതിന്റെ മൈനസ് ഓഫ് എടുക്കാം. ഓക്കെ, മൈനസ് ഓഫ് -10.95 എന്ന് പറയുന്ന +10.95. അപ്പൊ +10.95 ഇൻറ്റു 0.571. ഓക്കെ, 6.25 കിട്ടും. +10.95 ഇൻറ്റു 0.429, 4.70. അങ്ങനെയാണ് ഈ ബാലൻസിങ് മൊമെന്റിന്റെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ വീണ്ടും ക്യാരി ഓവർ ചെയ്യാം. BA-യിൽ നിന്ന് അത് AB-യിലേക്ക് ക്യാരി ഓവർ ചെയ്തു.
ഓക്കെ, ബി എന്ന് പറയുന്ന ജോയിന്റിലെ മൊമെന്റിനെ എയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഓക്കെ, അടുത്ത ഇവിടെ ബി സി പോർഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ബിയിലുള്ള മൊമെന്റിനെ സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. അതിന്റെ ഹാഫ് ആണ് ക്യാരി ഓവർ ചെയ്യുന്നത്. ഇവിടെ -1.84 ആയിരുന്നു, അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ -0.92 ക്യാരി ഓവർ ചെയ്തു. ഇവിടെ ബി സിയിൽ ഉള്ള മൊമെന്റ് -2.45 ആണ്. സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തപ്പോൾ അത് -1.23 ആയി. 6.25 സി ബിയിലുള്ളത് ബി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ അതിന്റെ ഹാഫ് 3.13 ആയി. സി ഡിയിലുള്ള മൊമെന്റ് ക്യാരി ഓവർ ചെയ്തപ്പോൾ അതിന്റെ ഹാഫ് 4.7ന്റെ ഹാഫ് 2.35 ആയി. ഓക്കെ, അപ്പം വീണ്ടും ക്യാരി ഓവർ എത്തി. ഇനി ഇതിനെ നമ്മൾ വീണ്ടും ബാലൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് 3.13 മാത്രമേ ഉള്ളൂ, ഇവിടെ ബ്ലാങ്ക് ആണ്. അപ്പം വീണ്ടും സം ചെയ്യാം. ഇവിടെ വരുന്ന, അതായത് ബി എയിലും ബി സിയിലും വരുന്ന മൊമെന്റ് ആഡ് ചെയ്യാം. അപ്പോൾ 3.3 തന്നെയാണ്, 3.13 തന്നെയാണ് ആഡ് ചെയ്താൽ കിട്ടുന്നത്. അതിനെ -0.429. ഓക്കെ, അതിവിടെ ബാലൻസിങ് മൊമെന്റിൽ എഴുതുക. ബി എയിൽ -1.34, വീണ്ടും -3.13 ഇൻറ്റു 0.571 -1.79 കിട്ടും. ഓക്കെ, അപ്പം ഈ രണ്ട് കോളം ഫില്ലായി ബാലൻസിങ് മൊമെന്റിൽ വീണ്ടും. ഓക്കെ, ഇനി അടുത്തത് സി ബി സി ഡി പോർഷൻ. ഇപ്പൊ ഇവിടെ വരുന്ന മൊമെന്റ് സി ഡിയിലൊന്നുമില്ല, സി ബിയിൽ അത് -1.23 ആണ്. അപ്പോൾ -1.23 + 0 ദാറ്റ് ഈസ് -1.23. അതിന്റെ മൈനസ് എടുക്കുക, അപ്പോൾ +1.23 ആവും. +1.23 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.571 ചെയ്ത് കഴിഞ്ഞാൽ 0.70. വീണ്ടും +1.23 ഇൻറ്റു 0.429 0.53. അപ്പോൾ വീണ്ടും ബാലൻസിങ് മൊമെന്റ് ആയി. ഇതിനെ ക്യാരി ഓവർ ചെയ്യുക. വീണ്ടും ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ്. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ബി എയിലുള്ളത് എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. -1.34, അതിന്റെ ഹാഫ് എ ബിയിലേക്ക് വരും, ദാറ്റ് ഈസ് -0.67. ഇവിടെ ബി സിയിലുള്ള സി ബിയിലേക്ക്, ബി സിയിൽ 1.79 ആണെങ്കിൽ അതിന്റെ ഹാഫ് സി ബിയിലേക്ക് വരും, ദാറ്റ് ഈസ് -0.90 ആയി. ഇവിടെ 0.70 ബി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു, 0.35. ആൻഡ് സി ഡിയിലുള്ള ഡി സിയിലേക്ക് 0.53ന്റെ പകുതി 0.27. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെയുള്ള മൊമെന്റ്സ്, ഓക്കെ, ബി എ ആൻഡ് ബി സിയിലുള്ള മൊമെന്റ് ആഡ് ചെയ്യുക. അപ്പം 0.35 വരും. അപ്പോൾ 0.35ന്റെ മൈനസ് എടുക്കുക, -0.35 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്യാം. 0.429 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ -0.15 കിട്ടും. ഓക്കെ, അപ്പോൾ -0.35 ഇൻറ്റു 0.571 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -0.20 കിട്ടും. ഓക്കെ, അടുത്തത് വീണ്ടും ഇതാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ മൊമെന്റിനെ രണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, -0.90 ഇവിടെ ഒന്നുമില്ല, അപ്പം -0.90ന്റെ മൈനസ്, ദാറ്റ് ഈസ് +0.90 ഇൻറ്റു 0.571 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 0.51 കിട്ടും. +0.90 ഇൻറ്റു 0.429 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 0.39 കിട്ടും. അത് വീണ്ടും ക്യാരി ഓവർ ചെയ്യാം. ഓക്കെ, ഇവിടെ ബി എയിൽ നിന്ന് എ ബിയിലേക്ക്, ഓക്കെ, -0.15ന്റെ പകുതി ക്യാരി ഓവർ ചെയ്തു, -0.075 -20, അതായത് ബി സിയിലുള്ള സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു, -0.1 0.51ന്റെ ഹാഫ് 0.26 സി ബിയിൽ നിന്ന് ബി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. അതേപോലെ സി ഡിയിൽ നിന്ന് 0.39, അതിന്റെ ഹാഫ് 0.20 ഡി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഓക്കെ, വീണ്ടും ബാലൻസ് ചെയ്യേണ്ട മൊമെന്റ്, അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട മൊമെന്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതായത് ഇവിടെയുള്ള ബി എയിലും ബി സിയിലുള്ള മൊമെന്റ്സ് സം ചെയ്യുക. അപ്പോൾ 0.26 ഇവിടെ ഒന്നുമില്ല, അപ്പം 0.26 വരെ രണ്ട് സം ചെയ്താൽ അതിന്റെ മൈനസ്, ഓക്കെ, -0.26 ഇൻറ്റു 429 ചെയ്യുക, ദാറ്റ് ഈസ് -0.11 വരും. അടുത്തത് -0.26 ഇൻറ്റു 0.571, ഓക്കെ, അപ്പോൾ നമുക്ക് -0.15 കിട്ടും. അടുത്തത് ജോയിന്റ് സി, ഓക്കെ, സിയില് സി ബി ആൻഡ് സി ഡി ആണ് വരുന്നത്. ഓക്കെ, സി ബി ആൻഡ് സി ഡി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മൊമെന്റ് -0.1 ആണ്, ഇവിടെ ഇല്ല. ഓക്കെ, സി ഡി പോർഷനിൽ ഇല്ല. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്താൽ -0.1 കിട്ടും. അതിന്റെ മൈനസ് ഓഫ്, ഓക്കെ, അപ്പം +0.1 ഇൻറ്റു 0.571 ചെയ്താൽ 0.006 കിട്ടും. ഓക്കെ, അടുത്തത് ഇവിടെ 0.429 മൾട്ടിപ്ലൈ ചെയ്യുക, +0.1, അപ്പോൾ നമുക്ക് 0.04 കിട്ടും.
ഓക്കെ, അപ്പം ഇവിടെ ബാലൻസിങ് മൊമെന്റ് നമുക്ക് കിട്ടി -0.11, -0.15, 0.06, 0.04. അപ്പം നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതായത് ഇവിടെ വന്നിരിക്കുന്ന ബാലൻസിങ് മൊമെന്റ് നെഗ്ലിജിബിൾ ആവുന്നവരെ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ബാലൻസിങ് മൊമെന്റ് 0.06 വന്നു അല്ലെ, ഓൾമോസ്റ്റ് ഈക്വൽ ടു 0. ഇവിടെ 0.04 വന്നു. ഓക്കെ, അപ്പൊ 0.0 സംതിങ് വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 0.0 വരുമ്പോൾ കേട്ടോ, അതായത് ഏകദേശം നെഗ്ലിജിബിൾ ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ കാര്യം ക്യാരി ഓവർ മൊമെന്റ് എടുത്ത് പിന്നെ ഒരു പ്രാവശ്യം കൂടി ബാലൻസിങ് മൊമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ആവുമ്പോൾ ഒരു സ്റ്റെപ്പും കൂടി അഡീഷണൽ വരും. എന്നാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഓൾമോസ്റ്റ് ഇത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 0.0 സംതിങ് വന്നാൽ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ 0.06 ആണ്, ഇവിടെ 0.04 വന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഐട്രേഷൻ പ്രോസസ്സ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഫൈനൽ എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇത് AB ആണ്. AB-യിലുള്ള ഫൈനൽ എൻഡ് മൊമെന്റ് MAB. ഓക്കെ, MAB കണ്ടുപിടിക്കുകയാണ്. അതായത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് തൊട്ട് താഴെ എന്തൊക്കെ മൊമെന്റ്സ് ഉണ്ടോ അത് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് -26.67 ഉണ്ട്. പിന്നെ ഇവിടെ 8.22 ഉണ്ട്. അപ്പോൾ -26.67 -8.22 -0.92 -0.67 -0.075 ഇത് മൊത്തം ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 36.56 കിട്ടും. അപ്പൊ MAB നമുക്ക് 36.56 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് വരും. ഇനി അടുത്തത് MBA എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് തൊട്ട് താഴോട്ടുള്ളത് മൊത്തം ആഡ് ചെയ്യാം. ഇവിടെ +53.33 -16.44 -1.84 -1.34 -0.15 -0.11. ഓക്കെ, അപ്പോൾ 33.45 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി അടുത്തത് MBC. ഓക്കെ, -15 തൊട്ട് ആഡ് ചെയ്യാം. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് തൊട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എടുക്കരുത്. -15 -21.89 +4.29 -2.45 +3.13 -1.79 ഇത് എല്ലാം ആഡ് ചെയ്യാണേ. മൈനസ് ഉള്ളത് പ്ലസും പ്ലസ് ഉള്ളത് പ്ലസ് ആയിട്ടൊക്കെ ഇട്ടിട്ട് മൊത്തം ആഡ് ചെയ്യാം. ഓക്കെ, 0.35 -2.20 -0.20 -0.26 -0.15 ഇത് മൊത്തം ആഡ് ചെയ്യാം. മൈനസ് ഉള്ളത് മൈനസ് ആയിട്ട് തന്നെ കൊടുക്കണം, എന്നിട്ട് ആഡ് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ -33.45 കിട്ടും MBC. ഈ MCB ഇവിടെ തൊട്ട് ആഡ് ചെയ്യാം. 15 + 8.57 -10.95 +6.25 -1.23 +0.70 -0.90 +0.5 -0.1 +0.06 17.91 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി അടുത്ത MCD എന്ന് പറയുന്നത് 30 തൊട്ട് -30 +6.44 +4.70 +0.53 +0.39 +0.04 -17.9 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി MDC 30 +3.22 +2.35 +0.27 +0.20 ചെയ്ത് കഴിഞ്ഞാൽ 36.04. നമുക്ക് എല്ലാ മൊമെന്റ്സുമായി ഇപ്പോൾ ഫൈനൽ എൻഡ് മൊമെന്റ്സ് ഞാനൊന്ന് എടുത്ത് എഴുതുവാണ്. MAB 36.56 കിലോ ന്യൂട്ടൺ മീറ്റർ, MBA 33.45 കിലോ ന്യൂട്ടൺ മീറ്റർ, MBC -33.45 കിലോ ന്യൂട്ടൺ മീറ്റർ. അതായത് ജോയിന്റിൽ നിങ്ങൾ നോക്കിയാൽ മതി, മാഗ്നിറ്റ്യൂഡ് സെയിം ആയി വന്നു അല്ലെ, ഓപ്പോസിറ്റ് സൈനും. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഇനി അടുത്ത MCB 17.91, ഇവിടെ 17.9 ആ കിട്ടിയ മൈനസിൽ. അപ്പം മാക്സിമം ഉള്ള വാല്യൂ തന്നെ എടുത്ത് റൗണ്ട് ചെയ്ത് എഴുതാം. അപ്പം MCB is 17.91, MCB is -17.91 കിലോ ന്യൂട്ടൺ മീറ്റർ, MDC is 36.04 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇതാണ് നമ്മുടെ ഫൈനൽ എൻഡ് മൊമെന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്പാനിലുള്ള ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം മൊമെന്റ്സും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ AB എന്ന് പറയുന്നത് എക്സെൻട്രിക് ആണ്. അപ്പൊ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇൻ ദ സ്പാൻ AB വിൽ ബി അണ്ടർ ദ ലോഡ് 60 കിലോ ന്യൂട്ടൺ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് WAB/L ആയിരിക്കും. BC പോർഷൻ UDL ആണ്. മാക്സിമം ബെൻഡിങ് മൊമെന്റ് വിൽ ബി അറ്റ് ദ സെന്റർ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് WL² / 8 എന്നുള്ളതാണ്. ലാസ്റ്റ് CD പോർഷനിൽ പോയിന്റ് ലോഡ് ആണ്, ആക്ടിങ് എക്സാക്ട്ലി അറ്റ് ദ സെന്റർ. So the maximum bending moment is WL/4. Okay, അപ്പോൾ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ ഫ്രീ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. അപ്പോൾ മാക്സിമം ഫ്രീ ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 4. ആദ്യം സ്പാൻ AB, അവിടെ എക്സെൻട്രിക് ലോഡ് ആയതുകൊണ്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വിൽ ബി അണ്ടർ ദ ലോഡ്. മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു WAB/L. A എന്ന് പറയുന്ന 4 ആണ്, B എന്ന് പറയുന്ന 2 ആണ്, L 6 ആണ്. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഈസ് 80 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്പാൻ BC UDL ആണ്.
സ്പാൻ 3 മീറ്റർ ആണ്, അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് 20 ആണ്. അപ്പോൾ WL²/8 ആണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെന്റർ. ഓക്കെ, അപ്പോൾ 20 × 3² / 8 22.5 kN എന്ന് കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ് CD പോർഷനിൽ പോയിന്റ് ലോഡാണ്. ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് 30, മാക്സിമം ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ WL/4 ആണ്. ഓക്കെ, അപ്പം W30 ആണ് 30, അവിടുത്തെ സ്പാൻ 8 ആണ്. അപ്പോൾ 30 × 8 / 4. ഓക്കെ, സോൾവ് ചെയ്താൽ 60 kN കിട്ടും. അപ്പം 3 സ്പാനിലുള്ള മാക്സിമം ബെൻഡിങ് മൊമെന്റും നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി മൊമെന്റ്സ് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. MAB 36.56. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി എടുത്തെഴുതാം. MAB is 36.56 kN. BA is 33.45 പ്ലസ് ആണ്. ഓക്കെ, MAB is minus 36.56 kN. ഇത് പ്ലസ് 33.45 kN. MBC is minus 33.45 kN. And MCB is 17.91 kN. And MCD is minus 17.91 kN. Okay, and the last MDC is 36.04 kN. ഓക്കെ, അപ്പം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീം ഒന്നും കൂടി എടുത്ത് വരയ്ക്കുകയാണ്. AB, BC, CD. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഡിസ്റ്റൻസുകളെല്ലാം മാർക്ക് ചെയ്തു, I വാല്യൂ മാർക്ക് ചെയ്തു, ലോഡെല്ലാം മാർക്ക് ചെയ്തു. പ്രധാനപ്പെട്ട പോയിന്റ് A താഴോട്ടേക്ക് ഡോട്ടർ ലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്തു. ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് AB പോർഷനിലെ എക്സെൻട്രിക് ലോഡാണ്, പോയിന്റ് ലോഡാണ്. അപ്പം ആ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന സ്ഥലം ഞാൻ താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. B എന്ന് പറയുന്ന സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. UDLന്റെ സെന്റർ പോയിന്റ് ഞാൻ താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. C പോയിന്റ് താഴോട്ടേക്ക് ഡോട്ടർ ലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി 30 kN ആക്ട് ചെയ്യുന്ന കറസ്പോണ്ടിങ് പോയിന്റ് എക്സ്റ്റെൻഡ് ചെയ്തു. ആൻഡ് D എന്ന് പറയുന്ന സപ്പോർട്ടും താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ABCD എന്ന് പറയുന്ന പോർഷൻ മാർക്ക് ചെയ്യാണ്. ഒരു ലൈൻ വരച്ചു. ഓക്കെ, ABCD മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ അതിൻ്റെ അകത്തേക്ക് ബെൻഡിങ് മൊമെന്റ്സ് മാർക്ക് ചെയ്യാൻ പോകണം. ആദ്യം N മൊമെന്റ്സ് മാർക്ക് ചെയ്യാണ്. ഓക്കെ, N മൊമെന്റ്സ് ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ ആദ്യം MAB. ഓക്കെ, MAB is minus 36.56 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തമ്പ് റൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം AB എന്ന് പറയുന്നത് AB പോർഷൻ ലെഫ്റ്റ് സൈഡ് ആണ്. അപ്പോൾ ലെഫ്റ്റ് തമ്പ് Aയിൽ നിന്ന് Bയിലേക്ക് വെക്കുക. ഇത് മൈനസ് ആയതുകൊണ്ട് ആ ലെഫ്റ്റ് തമ്പ് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. ആന്റി ക്ലോക്ക് വൈസ് പറയുമ്പോൾ ഇതിന് മുകളിലോട്ടാണ് വരുന്നത്. അപ്പോൾ 36.56 എന്നുള്ളത് ഞാൻ മുകളിലോട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത MBA പോർഷൻ, അതായത് BA പോർഷനിൽ Bയിലുള്ള മൊമെന്റ്. ഓക്കെ, MBA. അപ്പം ഇത് പ്ലസ് ആണ്. അപ്പോൾ റൈറ്റ് തമ്പ് ഈ രീതിയിൽ റൈറ്റ് ഹാൻഡിലെ തമ്പ് Bയിൽ നിന്ന് Aയിലേക്ക് പോയിന്റ് ചെയ്യാം. ഓക്കെ, വാല്യൂ പ്ലസ്സിലായതുകൊണ്ട് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ മോൾ ഭാഗത്തേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ 33.45 36.56 കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇതിനേക്കാളും കുറച്ച് താഴെയായിട്ട് 33.45 മാർക്ക് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത MBC എന്ന് പറയുന്നത് minus 33.45 ആണ്. അപ്പോൾ ഈ ലെഫ്റ്റ് തമ്പ് Bയിൽ നിന്ന് Cയിലേക്ക് വെക്കുക. ഓക്കെ, BC പോർഷനിലെ ലെഫ്റ്റ് സൈഡ് ആണല്ലോ B. ലെഫ്റ്റ് തമ്പ് Bയിൽ നിന്ന് Cയിലേക്ക് വെച്ച് മൈനസ് ആയതുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെയാണ്, മുകളിലോട്ട് വരും 33.45. അപ്പോൾ സെയിം പോയിന്റ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് MCB. ഓക്കെ, MCB 17.91 പ്ലസ്. അപ്പം BC പോർഷനിൽ റൈറ്റ് സൈഡിലെ പോയിന്റ് ആണല്ലോ C. അപ്പോൾ റൈറ്റ് തമ്പ് ഞാൻ Cയിൽ നിന്ന് Bയിലേക്ക് പോയിന്റ് ചെയ്യാം. എന്നിട്ട് വാല്യൂ പ്ലസ്സിലായതുകൊണ്ട് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ മുകളിലോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ 17.91 33.45 കുറവായിരിക്കും. ഏകദേശം ഇതിൻ്റെ ഹാഫ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ബോട്ടത്തുനിന്ന് 33ന്റെ ഏകദേശം ഹാഫിൽ 17.91 മാർക്ക് ചെയ്തു. ഇനി അടുത്തത് MCD. ഓക്കെ, മൈനസ് 17.91 ആണ്. അപ്പോൾ Cയിൽ നിന്ന് Dയിലേക്ക് ലെഫ്റ്റ് തമ്പ് വെച്ചു. മൈനസ് ആയതുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ മുകളിലോട്ട് തന്നെയാണ് 17.91 വരുന്നത്. ഇനി ലാസ്റ്റ് MDC. ഓക്കെ, Dയിൽ നിന്ന് Cയിലേക്ക് റൈറ്റ് തമ്പ് വെച്ചു. വാല്യൂ
പ്ലസ് ആണ്, അപ്പോൾ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്താൽ മുകളിലോട്ട് തന്നെ വരും. അപ്പോൾ 17.91 മുകളിൽ 36.56 ഏകദേശം അടുത്ത്. ഓക്കെ, 36.04 ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് എൻ മൊമെന്റ്സ് എല്ലാം കണക്ട് ചെയ്ത് വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് നേരെ 33.45 വന്നു, 17.91 വന്നു, 36.04 വന്നു, ഇവിടെ അത് ക്ലോസ് ആയി. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഫ്രീ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം വാല്യൂസ് നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇൻ ദ സ്പാൻ എ ബി. ഓക്കെ, അത് വരുന്നത് ലോഡ് ആക്ട് ചെയ്യുന്ന അണ്ടറിലായിരിക്കും, 16 അണ്ടറിലായിരിക്കും. ഓക്കെ, അവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 80 kN ആണ്. അപ്പം 36 ഏകദേശം ഡബിൾ അല്ലേ. അപ്പോൾ ഞാൻ 80 ഞാനിവിടെ മാർക്ക് ചെയ്തു. മാക്സിമം വാല്യൂ അവിടെ വരും. ഓക്കെ, പോയിന്റ് ലോഡ് ആയതുകൊണ്ട് ലീനിയർ ആയിട്ട് വേരി ചെയ്യുന്നു. 0-ൽ നിന്ന് അത് 80-ലേക്ക് വന്നിട്ട് 80-ൽ നിന്ന് അത് ബിയിലേക്ക് എത്തുമ്പോഴത്തേന് 0-ലേക്ക് തന്നെ മാറുന്ന രീതിയിൽ വേണം അത് മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തു. ഇനി അടുത്ത പോർഷൻ ബി സി പോർഷൻ. ഓക്കെ, അവിടെ വരുന്ന ബെൻഡിങ് മൊമെന്റ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഈസ് 22.5. ഓക്കെ, ഇവിടെ നമുക്ക് 33.45 17.91 ആണ്. ഓക്കെ, അപ്പം 22.5 നമുക്ക് ഈ ലോഡിന്റെ സെന്റർ പോയിന്റിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയാണ് സെന്റർ വരുന്നത്. അപ്പോൾ അതിൽ എവിടെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവാം. അതായത് ഈ വരച്ചിരിക്കുന്ന ബേസ് ലൈനിന്റെ 33.45-നെയും 17.91-നെയും കണക്ട് ചെയ്ത് വരച്ചിരിക്കുന്ന ലൈനിന്റെ മുകളിലാണോ 22.5 വരിക, താഴെയാണോ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ അത് അങ്ങനെ ഒരു കേസ് വന്നാൽ, ഇപ്പൊ നമുക്കിവിടെ ഒരു 60 ഒക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇതിന്റെ മുകളിൽ തന്നെയാണെന്ന് നമുക്ക് അറിയായിരുന്നു. അപ്പോൾ മുകളിലേക്ക് ഡയറക്റ്റ് വരച്ചാൽ മതി. എന്നാൽ 22.5 ആയതുകൊണ്ട് ഇവിടെ 33-യും 17-ഉം ആയതുകൊണ്ട് ഇത് താഴെയാണോ മേലെയാണോ വരിക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് 33.45 17.91 വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എത്രയാ അതിന്റെ വേരിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ 33.45 മൈനസ് 17.91. ഓക്കെ, അത് വേരി ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33.45-ൽ നിന്ന് 17.91 മൈനസ് ചെയ്യാം. ഓക്കെ, 17.91 മൈനസ് ചെയ്താൽ 15.54-ന്റെ വേരിയേഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ 33.45 ലീനിയർ ആയിട്ട് 17.91-ലേക്ക് വേരി ചെയ്യുന്നു. ആ വേരിയേഷൻ എന്ന് പറയുന്നത് 15.45 ആണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഹാഫിലെത്തുമ്പോൾ, അതായത് ഈ UDL ആയതുകൊണ്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് കറക്റ്റ് ഹാഫിലായിരിക്കും അല്ലെ, ആ സ്പാനിന്റെ ഹാഫിലായിരിക്കും. അപ്പോൾ ഇത് കറക്റ്റ് ഹാഫിലെത്തുമ്പോൾ ഈ കറസ്പോണ്ട് 33.45 17.91-ലേക്ക് പോകുന്ന ലൈൻ എത്തുന്ന പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 15.54 ആണ് വേരിയേഷൻ വരുന്നത്. ഹാഫ് ഡിസ്റ്റൻസിൽ അതിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15.54-ന്റെ പകുതി ആയിരിക്കും. ദാറ്റ് ഈസ് നമുക്ക് 7.77 ആയിരിക്കും. അതായത് 33.45 എന്ന് 7.77 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കുറയുന്നത് ഇവിടെ എത്തുമ്പോൾ, കറക്റ്റ് നടുക്കെത്തുമ്പോൾ. അപ്പോൾ അത് എത്രയായിരിക്കും വേരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 33.45 മൈനസ് 7.77 ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന വാല്യൂ നമുക്ക് കിട്ടും 33.45 മൈനസ് 7.77 എന്ന് പറയുന്നത് 25.68 ആണ്. അതായത് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന എൻ മൊമെന്റ്സ് കണക്ട് ചെയ്ത് വരുന്ന ലൈനിൽ ഈ UDLന്റെ സെന്ററിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 25.68 ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് 22.5 ആണ്. ഓക്കെ, അപ്പം 25.68-ന്റെ താഴെയാണ് 22.5 വരേണ്ടത്. അപ്പോൾ നമ്മൾ UDL വരയ്ക്കുമ്പോൾ UDLന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡിങ് മൊമെന്റ് വരയ്ക്കുമ്പോൾ വേരിയേഷൻ പാരബോളിക് ആയിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ 0 സ്റ്റാർട്ട് ചെയ്ത് ലോഡ് ആക്ട് ചെയ്യുന്ന സ്ഥലത്ത് 22.5 മാക്സിമം എത്തി സിയിൽ അത് 0 ആവുന്ന രീതിയിൽ പാരബോളിക് ആയിട്ട് കേവ് വരയ്ക്കാം. അത് നമ്മൾ ആദ്യം വരച്ച എൻ മൊമെന്റ്സിന്റെ ലൈനിന്റെ താഴെയാണ് വരേണ്ടത്. അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ അടുത്ത വാല്യൂസ് ആയതുകൊണ്ടാണ് ഇത് നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഡയറക്റ്റ് വരച്ചാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പം BC പോർഷനിലുള്ള ഫ്രീ ബെൻഡിങ് മൊമെന്റും ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തു. ഇനി അടുത്ത CD പോർഷനിൽ അത് കറക്റ്റ് സെന്ററിലുള്ള പോയിന്റിലോടാണല്ലോ. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വിൽ ബി അറ്റ് ദ സെന്റർ. വാല്യൂ 60 kN. ഇവിടെ 17-ഉം 36-ഉം ആണ്. അപ്പോൾ അതിനേക്കാളും മുകളിലാണെന്ന് നമുക്കറിയാം, 18-നേക്കാളും താഴെയുമാണ്. അപ്പോൾ 60 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ലീനിയർ ആയിട്ടുള്ള വേരിയേഷൻ ആണല്ലോ. അപ്പോൾ 0 60-ലേക്ക് വന്നു, 60 0-ലേക്ക് Dയിൽ വന്നു.
ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഉണ്ടായിരിക്കുക. ഇനി ഇത് ഷെയ്ഡ് ചെയ്യണം. ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോർഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് ആണ് ഓരോ പോയിന്റിലെയും ബെൻഡിങ് മൊമെന്റ് ആയിട്ട് വരുന്നത്. അപ്പം ഇവിടെ ഓക്കെ, നമ്മളെ ബേസ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന ഫൈനൽ ആൻഡ് മൊമെന്റൽ ലൈൻ ആണ്. അതിന്റെ മുകളിൽ വരുന്നത് പ്ലസ്, താഴെ വരുന്ന മൈനസ്. ഓക്കെ, ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോർഷൻ. അപ്പൊ താഴെ വരുന്ന ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോർഷൻസ് ഈ പോർഷൻ ആണ് ഒന്ന്. ഓക്കെ, അടുത്തത് ഇതിന്റെ മുകളിലോട്ടാണ്. അപ്പൊ ഈ പോർഷൻ ഇൻക്ലൂഡഡ് പോർഷൻ ആണ്. ഇത് താഴോട്ടാണ്. ഇതെല്ലാം ഇൻക്ലൂഡഡ് പോർഷൻ ആണ്. ഓക്കെ, അത് ഷെയ്ഡ് ചെയ്യാം. അപ്പം ബേസ് ലൈൻ നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന ഫൈനൽ ആൻഡ് മൊമെന്റ് ലൈൻ ആണ്. അതിന്റെ താഴെ വരുന്നത് മൈനസിൽ മാർക്ക് ചെയ്തത്. മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്, മുകളിലാണല്ലോ. അതായത് റെഫറൻസ് ലൈൻ അല്ലെങ്കിൽ ബേസ് ലൈനിന്റെ മുകളിലാണ് വരുന്നത്. ഇത് ബേസ് ലൈനിന്റെ താഴെയാണ്. മൈനസ്, ഇതെല്ലാം ഈ ഫുൾ പോർഷൻ മൈനസ് ആയിരിക്കും. ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ABCD എന്ന് പറഞ്ഞിട്ടുള്ള റെഫറൻസ് ലൈൻ ഇടുക. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വരച്ചു തുടങ്ങുന്നത്. എന്നാൽ നമ്മൾ പ്ലസും മൈനസും കൺസിഡർ ചെയ്യുന്നത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തില് ബേസ് ലൈൻ ബേസ് ചെയ്തിട്ടാണ്. ബേസ് ലൈൻ മീൻസ് നമ്മൾ വരയ്ക്കുന്ന ഫൈനൽ എൻഡ് മൊമെന്റിന്റെ ലൈൻ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ പ്ലസും മൈനസും ഡിസൈഡ് ചെയ്യുന്നത്. ഇതിന്റെ മുകളിലേക്ക് വരുന്ന ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോർഷൻ പ്ലസും, താഴോട്ട് വരുന്ന മൈനസുമാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നല്ലോ, ഈ കറസ്പോണ്ടിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് പോർഷനിൽ വരുന്ന മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടുത്തെ ഈ ഒരു കറസ്പോണ്ടിങ് പോയിന്റിൽ, അതായത് ലോഡ് ആക്ട് ചെയ്യുന്ന സ്ഥലത്തെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉണ്ടാവുള്ളൂ വാല്യൂ. ഓക്കെ, അതായത് 80 മൈനസ് ഇവിടെ 36 33ലേക്ക് വേരി ചെയ്യുന്നു. അപ്പൊ ഇവിടെ എത്രയായിരിക്കും കറസ്പോണ്ടിങ് വാല്യൂ വരുന്നത്? ഇപ്പൊ ഏകദേശം അത് 34 ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കാം. അപ്പൊ 80 മൈനസ് ആ കറസ്പോണ്ടിങ് 34 പോയിന്റ് സംതിങ്, ആ ഒരു വാല്യൂ ആയിരിക്കും ഇവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് ഓരോ സ്ഥലത്തും ആ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന പോർഷനിലുള്ള മാഗ്നിറ്റ്യൂഡ് ആണ് ബെൻഡിങ് മൂവ്മെന്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പം നമ്മളിവിടെ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ മെയിൽ അയക്കാം. ഓക്കെ, മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ തരാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.